ഹായ്, എൻ്റെ പേര് ക്രിസ്റ്റോ. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ചെറുപ്പം മുതലേ എൻ്റെ ഹോബിയായിരുന്നു പേപ്പർ മാത്രം ഉപയോഗിച്ചുകൊണ്ട് വേൾഡ് വാർ 1, വേൾഡ് വാർ 2 എയർപ്ലെയിൻ മോഡൽസ് ഉണ്ടാക്കുന്നത്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബോയിങ് കമ്പനിയുടെ സ്റ്റെർമൻ PT-70 എന്നുള്ള യുദ്ധവിമാനമാണ്. ഇത് ട്രെയിനിങ്ങിന് വേണ്ടിയാണ് മെയിൻലി ഉപയോഗിച്ചിരുന്നത്. പിന്നെ ഇതിൻ്റെ ഗണ്ണ് ഫിറ്റ് ചെയ്തിട്ടുള്ള പല വെർഷനുകളും വേറെ കാണാൻ പറ്റും. ഇത് റേഡിയൽ എഞ്ചിൻ ഫിറ്റ് ചെയ്തിട്ടുള്ള സിംഗിൾ പ്രൊപ്പലറുള്ള പ്ലെയിനാണ്. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ നോക്കിയാൽ കാണാം, 2 ചിറക് കാണാം. ഈ 2 ഇതിന് ബൈപ്ലെയിൻ എന്നും പറയും. ഈ മുമ്പിൽ കറങ്ങുന്ന പ്രൊപ്പലറിൽ നിന്നുള്ള കാറ്റാണ് ത്രസ്റ്റർ ഉപയോഗിച്ചിട്ടാണ് പ്ലെയിൻ മുമ്പിലേക്ക് നീങ്ങിയത്. താഴെ നോക്കിയാൽ 3 ചക്രം കാണാം. ഈ പ്ലെയിൻ്റെ തന്നെ ഗണ്ണ് ഫിറ്റ് ചെയ്തിട്ടുള്ള വെർഷൻ നമുക്ക് കാണാൻ സാധിക്കും. US നേവിയും എയർഫോഴ്സുമാണ് ഈ പ്ലെയിൻ കൂടുതലായിട്ടും ഉപയോഗിച്ചിരുന്നത്. ഞാനിതിൻ്റെ യെല്ലോ വെർഷനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. യെല്ലോ വെർഷൻ നമുക്ക് കാണാൻ ഭംഗിയുണ്ടെന്ന് തോന്നി അതിൻ്റെ റീസ്റ്റോർഡ് മോഡൽ ഉണ്ടാക്കാൻ പോകുന്നത്. അതാവുമ്പോൾ എൻജിൻ കവറും വീൽ കവറും ഉണ്ടാവും. നമുക്കിതിനാവശ്യമായ സാധനങ്ങളാണ് കാണുന്നത്. ഇത് പ്ലെയിൻ്റെ ആക്കാൻ എങ്ങനെ ഇരിക്കും നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്കിതിൻ്റെ ഫ്യൂസ്ലാജ് ഡിസൈൻ ചെയ്യാം. അതിനാദ്യമായി നമുക്ക് 2 പാരലൽ ലൈൻസ് വേണം. 3 സെൻറ്റിമീറ്റർ ഗ്യാപ്പ് ഇട്ടിട്ട് പാരലായിട്ട് 2 ലൈൻസ് വേണം. ഇനി 4 സെൻറ്റിമീറ്റർ വിഡ്ത്ത് വിട്ടിട്ട് നമുക്ക് ഈ 2 പാരലൈൻസിൻ്റെ അകത്ത് 2 റെക്റ്റാങ്കിൾ വേണം. ഇത് കോക്പിറ്റിന് വേണ്ടിയാണ്. ഇതിൻ്റെ അകത്താണ് പൈലറ്റ് സീറ്റ് ഇരുത്താൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഫ്യൂസലാജിൻ്റെ അടിഭാഗം കംപ്ലീറ്റ് ചെയ്യും. അതിനായിട്ട് 5 സെൻറ്റിമീറ്റർ എടുത്തിട്ട് നമുക്ക് വേറെ വരയ്ക്കാം. ഇതും പാരലായിരിക്കണം. ഈ വരയ്ക്കുന്ന വരയോട് ടൈല് വരയ്ക്കാൻ നോക്കാം. അതിനായിട്ട് ചരിച്ചിട്ട് നമ്മൾ പാരലായിട്ട് കൊടുത്തിട്ടുള്ള ലൈനുകളുടെ അവസാനത്തിലേക്ക് വരയ്ക്കുക. ഇപ്പോൾ സ്ട്രീം ലൈനായിട്ട് കുറഞ്ഞു വരുന്നത് കാണാം. ഇങ്ങനെയാണ് പ്ലെയിൻ്റെ അകഭാഗം. നമുക്ക് ഹൊറിസോണ്ടലായിട്ടും വെർട്ടിക്കലായിട്ടും ഡിവൈഡ് ചെയ്തിരിക്കുന്നത് കാണാം. ഇങ്ങനെ വുഡ് വെച്ചിട്ടാണ് ഓരോ പണ്ട് കാലത്ത് പ്ലെയിനുകൾ ഉണ്ടാക്കിയത്. നമ്മുടെ കയ്യിലുള്ള പേപ്പറിനെ വെർട്ടിക്കലായിട്ട് ഡിവൈഡ് ചെയ്യുകയാണ്. അത് 1 സെൻറ്റിമീറ്റർ ഗ്യാപ്പ് ഇട്ടിട്ട് ഡിവൈഡ് ചെയ്താൽ മതിയാവും. അങ്ങനെ ഓരോ 4 സെൻറ്റിമീറ്റർ വിട്ടിട്ട് നടുക്കിലും സൈഡുകളിലായിട്ട് 1 സെൻറ്റിമീറ്റർ വിട്ടിട്ട് ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് പിന്നെ ശക്തി കൊടുക്കാൻ വേണ്ടി കാർഡ്ബോർഡ് വയ്ക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഹൊറിസോണ്ടലായിട്ടുള്ള റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കാം. അതിനായി കൃത്യ നടുക്കിലൂടെ വരയ്ക്കുകയാണ്. ഇവിടെ നമ്മളിതുപോലെ തന്നെ ബലം കൊടുക്കാൻ വേണ്ടി വേറെ മെറ്റീരിയൽ വയ്ക്കും, പേപ്പറല്ലാതെ. അപ്പോൾ ഇതിങ്ങനെ വിട്ടിട്ട് വേണം, കോക്പിറ്റിൻ്റെ ഗ്യാപ്പ് വിട്ടിട്ട് വേണം ഇത് വരയ്ക്കാൻ. പിന്നെ സൈഡുകളിലും ഇങ്ങനെ വരയ്ക്കണം. അങ്ങനെ വരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എവിടെയൊക്കെ ബലം കൊടുക്കണം എന്ന് മനസ്സിലാക്കും. ഉരുട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫ്യൂസലാജിൻ്റെ ഏകദേശം ഒരു ഐഡിയ നമുക്ക് മനസ്സിലാകും. കട്ട് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കിട്ടും. 2 കോക്പിറ്റിൻ്റെ ഓട്ടകൾ ഇവിടെയും കാണാം. പിന്നെ അവിടെ പൈലറ്റിന് ഇരിക്കാനുള്ള സ്ഥലം, പിന്നെ രണ്ടാമത്തെ ഇൻസ്ട്രക്ടർക്ക് ഇരിക്കാനുള്ള സ്ഥലം, അതുപോലെ തന്നെ ഗണ്ണർക്ക് ഇരിക്കാനുള്ള സ്ഥലം ബാക്കിലും പൈലറ്റിന് ഇരിക്കാനുള്ള സ്ഥലം ഫ്രണ്ടിലും. അങ്ങനത്തെ കോമ്പിനേഷനാണ്. ഗണ്ണർ ഇരിക്കുന്നത് നമുക്ക് ശ്രദ്ധിച്ച് നോക്കി കാണാം. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടുന്നത് ഞാൻ മനസ്സിലാക്കുന്നു. ഇനി നമുക്ക് ഇതിൻ്റെ തന്നെ ഇതുപോലെ തന്നെ ഒരു കോപ്പി കൂടി വേണം. അതിനായിട്ട് ഇതിൻ്റെ തന്നെ ഒരു പീസ് ഇത് ടെംപ്ലേറ്റ് മുറിച്ചെടുത്തിട്ട് ഞാൻ വേറെ ഉണ്ടാക്കുകയാണ്. ഈ ടെംപ്ലേറ്റിൻ്റെ കോപ്പി എല്ലാം താഴെ ഞാനൊരു ഗൂഗിൾ ഡ്രൈവിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ കയറി നിങ്ങൾക്ക് പ്രിൻറ്റ് ചെയ്തെടുക്കാം, ഡൗൺലോഡ് ചെയ്ത് പ്രിൻറ്റ് ചെയ്തെടുക്കാം. ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് അപ്പോൾ ഇതുപോലെ വരയ്ക്കേണ്ട ആവശ്യമില്ല, നേരെ തന്നെ കട്ട് ചെയ്തെടുക്കാം. ബലം കൊടുക്കാനായി ഞാൻ ഇർക്കിലാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ബാർബിക്യൂവിന് യൂസ് ചെയ്യുന്നത് സ്ക്യൂ സ്റ്റിക്സിന് യൂസ് ചെയ്യാം. ഇർക്കിലാവുമ്പോൾ നമുക്ക് ചിലവില്ല, പറമ്പിൽ കിട്ടുന്ന സാധനമാണ്. അധികം പൈസ കളയേണ്ട ആവശ്യമില്ല സ്റ്റിക്സ് മേടിച്ചിട്ട്. ഇർക്കിലാവുമ്പോൾ വളയ്ക്കാനുള്ള സൗകര്യമെല്ലാം ഉണ്ട്. നമുക്ക് ഈ ആവശ്യമില്ലാത്ത ഭാഗം പൊട്ടിച്ച് കളയണം. കാരണം അതിലിവിടെ ബലമില്ല. പിന്നെ റെഗുലറായിട്ടുള്ള പാർട്സ് മാത്രം നമുക്ക് യൂസ് ചെയ്യാം.
എന്നിട്ട് നമ്മൾ നേരത്തെ വരച്ച ഹൊറിസോണ്ടൽ ലൈനും കൂടെ ഒന്ന് നിരത്തി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും എങ്ങനെയൊക്കെയാണ് ഇതിന് ബലം കൊടുക്കേണ്ടതെന്ന്. നമുക്ക് വെർട്ടിക്കലായിട്ടുള്ള പാർട്ടിൽ കാർഡ്ബോർഡ് വയ്ക്കണം. ഇതൊരു റീസൈക്കിൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു കല്യാണ ഇൻവിറ്റേഷൻ്റെ കാർഡാണ്. ഇതിനായിട്ട് നിങ്ങൾ വേറെ കാർഡൊന്നും അന്വേഷിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ 13 സെൻറ്റിമീറ്റർ നീളത്തിലുള്ള കാർഡ് ഇതുപോലെ എല്ലായിടത്തും നിരത്തി വയ്ക്കാം. നമുക്ക് ഏകദേശം മനസ്സിലായി എങ്ങനെയാണ് ഇതിന് ബലം കൊടുക്കേണ്ടതെന്ന്. ഇവിടെ എല്ലാത്തിലും പശ തേച്ചുകൊണ്ട് നമുക്കിത് ഒട്ടിക്കണം. ആദ്യം തന്നെ കാർഡ്ബോർഡ് ഒട്ടിച്ചിട്ട് പിന്നീട് ഇറുക്കിൽ വെച്ചിട്ട് ഒട്ടിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ വളയ്ക്കുമ്പോൾ വൃത്തികേടൊന്നും ഇല്ലാതെ ഭംഗിയിൽ കിട്ടും. അതിൻ്റെ മുകളിൽ നമ്മൾ രണ്ടാമത്തെ വിട്ട ടെംപ്ലേറ്റ് നല്ലപോലെ പശ തേച്ചിട്ട് ഒട്ടിക്കണം. ഇങ്ങനെ ചെയ്യുന്നതോടുകൂടെ നമുക്ക് ഫ്യൂസലേജിൻ്റെ നല്ലൊരു ബലമുള്ള ഒരു സ്ട്രക്ചർ കിട്ടും. അപ്പോൾ ഉണങ്ങുന്നത് വരെ പ്രഷർ കൊടുക്കുന്നത് നല്ലതായിരിക്കും ഓട്ടം. അപ്പോൾ നമ്മൾ ക്വാളിറ്റി ഉണ്ട് ഒട്ടിക്കഴിയുമ്പോൾ. അങ്ങനെ ചുരുട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്യൂസലേജ് കിട്ടും. നേരത്തെ പറഞ്ഞിരുന്നത് പോലെ നിങ്ങൾക്ക് നോക്കിയ ഇറുക്കിൽ കാണാം. ഈ ഇറുക്കിലാണ് ഇതിന് ബലം കൊടുക്കുന്നതും ഷേപ്പ് കൊടുക്കുന്നതും. പേപ്പർ മാത്രമായ ഇത്ര ശക്തി ഉണ്ടാവില്ല. ശ്രദ്ധിച്ച് നോക്കിയാൽ കാണുന്നത് സ്ട്രീം ലൈൻ അതിൻ്റെ പിന്നിലേക്ക് കുറഞ്ഞു പോകുന്നത്. അതുപോലെ തന്നെ സൈഡിൽ നിന്നും സ്ട്രീം ലൈൻ അതിൽ കുറഞ്ഞു പോയിട്ട് ചെറുതായിട്ട് പോണ കാണാം. ഫ്രണ്ട് കോക്ക്പിറ്റ്, ബാക്ക് കോക്ക്പിറ്റ്, ഇവിടെ എൻജിൻ വെക്കാനുള്ള സ്ഥലം, പിന്നെ താഴെ വീലുകൾ ഘടിപ്പിക്കാം. തുറന്നു നോക്കിയാൽ കാണാം നമ്മൾ എങ്ങനെയായിരുന്നു നേരത്തെ പേപ്പറും കാർഡ്ബോർഡും എല്ലാം വെച്ചിട്ട് ഉണ്ടാക്കിയത് എങ്ങനെയാണ്. പിന്നെ ഞാനൊരു കാർഡ്ബോർഡിൻ്റെ പീസ് വെച്ചിട്ട് തന്നെ ഇതിൻ്റെ അടിഭാഗം അടയ്ക്കാൻ പോവുകയാണ്. നമ്മൾ പശ ഉണങ്ങുന്നത് വരെ ഇങ്ങനെ കൈ കൊണ്ട് പിടിച്ചു നിന്നില്ലെങ്കിൽ അത് ശരിയായി ഉണങ്ങില്ല. നമുക്ക് ആ ഷേപ്പ് കിട്ടാൻ വേണ്ടി നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ അമർത്തി പൊസിഷൻ കൊടുക്കണം. നമുക്കിങ്ങനെ ചിറക് ഉണ്ടാക്കുന്നത് നോക്കാം. നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ കാണാം 2 ചിറക് നമുക്ക് ഉണ്ടാക്കണം. അതിനായി വെർട്ടിക്കലും ഹൊറിസോണ്ടലും വരെ ഡിവൈഡ് ഉള്ള 2 സ്ട്രക്ചർ നമുക്ക് മുകളിലും താഴെയും കാണാം. നിങ്ങൾക്കിത് പഴയ ഏതെങ്കിലും വേറെ ഏതെങ്കിലും കടലാസ് ഉപയോഗിച്ചും ചെയ്യാം. ഞാനിപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായി കാണാൻ വേണ്ടി A4 ഷീറ്റാണ് യൂസ് ചെയ്യുന്നത്. ഒരു 8 സെൻറ്റിമീറ്റർ വിട്ടിട്ട് 2 പാരലായിട്ടുള്ള 2 ലൈൻസ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ എഡ്ജ് വരയ്ക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സെൻറ്റർ എടുത്തിട്ട് ഞാനൊരു ലൈൻ വരച്ചു. അതിൻ്റെ കോമ്പസ് വെച്ചിട്ട് ഞാൻ ആർക്ക് വരച്ചു. ഈ ആർക്ക് ഇത് സംഭവം തന്നെ റിപ്പീറ്റ് ചെയ്തപ്പോൾ നമുക്ക് ചെറുക്കൻ്റെ മുകൾ ഭാഗം താഴ്ഭാഗം കിട്ടി. നമുക്ക് നടുക്കിൽ റീഎൻഫോഴ്സ് ചെയ്യാനുള്ള മാർക്കിങ്സ് കൊടുക്കാം. ഇവിടെ ഇറുക്കിൽ വയ്ക്കണം, അതിന് വേണ്ടിയാണ്. പിന്നെ നമുക്ക് ഇതുപോലെ തന്നെ ഇവിടെ ഇറുക്കിൽ വെച്ച് ശക്തി കൊടുക്കുന്നത് പോലെ തന്നെ ചിറകിൻ്റെ ഉള്ളിലും ഇതുപോലെ ശക്തി കൊടുക്കണം. അധികം വേണ്ട, അധികം ആയാലും സംഭവം ഭയങ്കര ഭാരവും. അപ്പോൾ ഇത് വെട്ടിയെടുത്ത് കഴിഞ്ഞിട്ട് മടക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വിങ് കിട്ടും. ഇനി ആർക്കും വെട്ടിയെടുത്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ വിങ്ങിൻ്റെ സൈഡ് ഭാഗം എഡ്ജ് നല്ലപോലെ രീതിയിൽ കിട്ടും. ഇനി നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇറുക്കിൽ വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പശ തേച്ചിട്ട് മടക്കാൻ പോവാണ്. ഇതിൻ്റെ ഉള്ളിൽ കാർഡ്ബോർഡൊന്നും വയ്ക്കേണ്ട ആവശ്യമില്ല. ഇറുക്കിൽ മാത്രം ഉണ്ടായാലും കാര്യം നടക്കും. അപ്പോൾ നല്ല രീതിയിൽ പശ തേച്ചിട്ട് ഈ 3 ഇറുക്കിലും വെച്ചിട്ട് നമ്മളും ഒട്ടിക്കുകയാണ് ചെയ്യണം. അപ്പോൾ നമ്മൾ പശ തേച്ച് ഒട്ടിക്കുമ്പോൾ നല്ല രീതിയിൽ പശ തേച്ചിട്ട് നല്ലപോലെ ഉണങ്ങുന്നത് വരെ അമർത്തി പിടിക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമേ നല്ല ക്വാളിറ്റിയിൽ സംഭവം കിട്ടുള്ളൂ. ഇനി നമുക്ക് നമ്മുടെ പ്ലെയിൻ്റെ ടൈൽ ഉണ്ടാക്കാൻ നോക്കാം. നമുക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം വെർട്ടിക്കലായിട്ടും ഹൊറിസോണ്ടലായിട്ടും 2 ചിറക് പോലത്തെ 2 സംഭവം കാണാം. ആരോൻ്റെ പിന്നിലൊക്കെ ഇതുപോലെ തൂവൽ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ക്രോസ് കൊടുക്കും. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വായുവിൽ വേഗത്തിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ സ്റ്റെബിലിറ്റി നഷ്ടപ്പെടാണ്ടിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ വായുവിലൂടെ സുഗമമായിട്ട് പോയിക്കൊണ്ടിരിക്കാൻ പറ്റും. അതുപോലെ തന്നെ പ്ലെയിൻ വായുവിലൂടെ അതിവേഗത്തിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കുലുക്കങ്ങളും വൈബ്രേഷൻസൊക്കെ ഒഴിവാക്കാനും ഡയറക്ഷൻ കൃത്യം കീപ്പ് ചെയ്യാനും വേണ്ടിയാണ് ഈ സ്റ്റെബിലൈസർ എന്നുള്ള സംഭവം ഉപയോഗിക്കുന്നത്. വെർട്ടിക്കൽ സ്റ്റെബിലൈസറിലുള്ള ഫ്ലാപ്പുകൾ യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലെയിൻ ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും വളയ്ക്കാൻ വേണ്ടിയാണ്. അതുപോലെ തന്നെ ഹൊറിസോണ്ടൽ സ്റ്റെബിലൈസറിലും നിങ്ങൾക്ക് 2 ഫ്ലാപ്പ് കാണും. ഇതിൻ്റെ ഉപയോഗം ലാൻഡിങ്ങിനും ടേക്ക് ഓഫിൻ്റെയും സമയത്താണ്. ഇത് പൊക്കുമ്പോൾ പ്ലെയിൻ പൊന്തും, ഈ ഫ്ലാപ്പുകൾ താഴ്ത്തുമ്പോൾ പ്ലെയിൻ താഴും. ഇതുപോലെ തന്നെ 2 ഫ്ലാപ്പുകൾ വിങ്സിലുമുണ്ട്. ഇതിൻ്റെ പർപ്പസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റോൾ ചെയ്യാനാണ്. ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും ചെരിയുന്നതിന് പകരം പ്ലെയിൻ റോൾ ചെയ്യാൻ വേണ്ടി, റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് അത് യൂസ് ചെയ്യുന്നത്. ലെഫ്റ്റിലേക്ക് താഴ്ത്തിക്കും മുകളിലേക്കും ഏതെങ്കിലും ഒരു സൈഡ് റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ടൈൽ നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. A4 ഷീറ്റിൻ്റെ സെൻറ്റർ എടുത്തിട്ട് 20 സെൻറ്റിമീറ്റർ ലെങ്ത്ത് വരച്ചിരിക്കുകയാണ്. അതാണ് നമ്മുടെ ലെങ്ത്ത്. ഇനി ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ 6 സെൻറ്റിമീറ്റേഴ്സാണ്. മുകളിൽ താഴത്തേക്ക് 6 സെൻറ്റിമീറ്റേഴ്സ് ബ്രെഡ്ത്ത് കൊടുത്തിട്ട് ലൈൻ ഞാൻ അളവെടുത്തിട്ടുണ്ട്. ഞാൻ അതുകൊണ്ട് വരച്ച് കഴിഞ്ഞിട്ട് ഞാൻ ചെരിച്ച് വരച്ചിരിക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടി ഒരു 4 സെൻറ്റിമീറ്റേഴ്സ് എടുത്തിട്ട് മുകളിൽ 6 സെൻറ്റിമീറ്റേഴ്സിൻ്റെ തുടക്കത്തിൽ നിന്ന് ചെരിച്ച് വരച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്കൊരു ഏരിയ കിട്ടി. എങ്ങനെയാണ് വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്? ഇനി ഒരു 0.5 സെൻറ്റിമീറ്റർ വിട്ടിട്ട് വേറെ ലൈൻ 6 സെൻറ്റിമീറ്റേഴ്സ് നേരത്തെ വിട്ടതിൻ്റെ താഴത്തിൽ നിന്ന് ചെരിച്ച് വരച്ചിരിക്കുകയാണ്.
പിന്നെ ഇവിടെ ഒരു കട്ട് ചെയ്ത് കളയണം. ഇതെന്തിനാ വെച്ചാൽ നേരത്തെ റഡർ പറഞ്ഞില്ലേ, അത് ഫ്രീ ആയിട്ട് അനങ്ങാൻ വേണ്ടിയാണ്. 1.5 സെൻറ്റിമീറ്റേഴ്സ് വിട്ടിട്ടുള്ള ഒരു കുറച്ച് മുകളിലേക്ക് പൊക്കി വരച്ചിട്ട് താഴെ 1.5 സെൻറ്റിമീറ്റർ പിന്നെയും വിട്ടിട്ട് ഒരു കട്ട് ഉണ്ടാക്കണം. ഇതിൻ്റെ അകത്താണ് റഡറിൻ്റെ ഫ്ലാപ്പുകൾ കിടന്ന് തിരിയുക. ഈ ഫ്ലാപ്പുകൾ തിരിഞ്ഞിട്ടാണ് പ്ലെയിൻ ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും തിരിക്കുക. റോളല്ല, ലെഫ്റ്റിലേക്കും റൈറ്റും തിരിക്കുന്നത്. ഇനി എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ എടുത്ത പോലെ സെൻറ്റർ എടുത്തിട്ട് ഒരു ആർക്ക് വരച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടൈലിൻ്റെ ഭംഗിയായിട്ട് കിട്ടും. ഇതിൻ്റെ കട്ടൗട്ട് ഞാൻ താഴെ ഗൂഗിൾ ഡ്രൈവിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ട് ഉണ്ടാക്കാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ വരച്ചുണ്ടാക്കാം. നേരത്തെ പോലെ തന്നെ ഈർക്കിൽ വെച്ചിട്ട് 2 ടെംപ്ലേറ്റ് ഉണ്ടാക്കിയതെന്ന് ഒരു ടെംപ്ലേറ്റ് താഴെ വെച്ചിട്ട് മറ്റേത് മുകളിൽ വെച്ചിട്ട് പശ ചൂട് നല്ലപോലെ അമർത്തി ഒട്ടിക്കുക. ഇനി അത് ഉണങ്ങി കഴിയുമ്പോൾ നമുക്ക് ടൈല് കിട്ടും. നമുക്ക് ആവശ്യമുള്ള ഒരു വേസ്റ്റ് പേപ്പറാണ്. റീസൈക്കിൾ ചെയ്യുക വേസ്റ്റ് പേപ്പർ. അതിൽ നമ്മളിങ്ങനെ സ്ട്രിപ്സ് കട്ട് ചെയ്തെടുക്കണം. 0.5 ഗ്യാപ്പ് ഇട്ടിട്ടുള്ള സ്ട്രിപ്സ്. ഈ സ്ട്രിപ്സിൽ പശ തേച്ചിട്ട് നമുക്ക് ആ റീഫിൽ കട്ട് ചെയ്തെടുത്തിട്ടില്ലേ അതിന് ചുറ്റോടും ചുറ്റി കൊടുക്കണം. അതുപോലെ ഇങ്ങനെ എല്ലാ സ്ട്രിപ്പും ചുറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു റേഡിയസ് ഇങ്ങനെ കൂടി വരുന്നത് കാണാം. നിങ്ങളുടെ ഐഡിയ അനുസരിച്ചിട്ട് മാത്രം ചുറ്റി കൊടുത്താൽ മതി. എല്ലാ സ്ട്രിപ്പും കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്കൊരു വീല് കിട്ടും. അത് ഞാനൊരു പിന്ന് വെച്ചിട്ട് ബാക്കിലേക്ക് പശ ചുട്ടിച്ചിരിക്കുകയാണ്, പ്ലസ് ക്യൂക്കിൻ്റെ പശ വെച്ചിട്ട്. അപ്പം പിന്നെ അവിടെ വെച്ചിട്ട് നമ്മൾ വെയിൽ കൊടുത്തു. നമ്മൾ നേരത്തെ വെട്ടിയെടുത്ത ഹൊറിസോണ്ടൽ സ്റ്റെബിലൈസർ നമ്മൾ ഒരു ടൈലിൻ്റെ അവിടെ കട്ട് ചെയ്തിട്ട് അതിനകത്ത് കയറ്റി വെച്ചിട്ട് പശ ചുട്ടിക്കുകയാണ്. അടുത്തത് നമുക്ക് വെർട്ടിക്കൽ സ്റ്റെബിലൈസർ ഉണ്ടാക്കാം. അതിനായിട്ട് 2 ഓട്ടയും ഉണ്ടാക്കിയിട്ട് ഈർക്കിൽ കയറ്റി വെച്ചിരിക്കുകയാണ്. ഇത് ബലം കിട്ടാൻ വേണ്ടി ചെയ്യണം. ഇത് ഉണങ്ങി കഴിയുമ്പോൾ ഈ സ്ട്രക്ചറിലേക്കാണ് നമ്മൾ വെർട്ടിക്കൽ സ്റ്റെബിലൈസർ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഇതുപോലെ കട്ടൗട്ട് ഉണ്ടാക്കണം. ഈ കട്ടൗട്ടും ഞാൻ താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അപ്പോൾ കട്ടൗട്ട് സിമ്പിളായി വരച്ചെടുക്കാം. നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം. അപ്പോൾ ഈ കട്ടൗട്ടിനെ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം, നടുക്കിലൊരു കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ കട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ള ഗ്യാപ്പ് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ കയറ്റി കൊടുക്കാനാണ്. ഇതുപോലെ കയറ്റി വെച്ചിട്ട് ആ ഈർക്കിൽ കവർ ചെയ്യണ രീതിയിൽ ഇതുപോലെ ബാക്കിൽ നിന്നും ഈർക്കിൽ വെച്ച് കൊടുത്തിട്ട് സ്ട്രെങ്ത് കൊടുക്കണം. അപ്പോൾ ഫ്രണ്ടിലും ബാക്കിലും ഈർക്കിലേ ഇത് മതിയാവും. ഇത്ര സ്ട്രെങ്ത് മാത്രം കൊടുത്താൽ മതി. ഇതിലും കൂടുതൽ കൊടുക്കേണ്ട ആവശ്യമില്ല. കാർബോർഡാണല്ലോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നീ ഇത് പശ വെച്ചിട്ട് നല്ലപോലെ ഉണങ്ങുന്ന വരെ അമർത്തി കൊടുക്കുക. പ്രഷർ യൂസ് ചെയ്തിട്ട് ഉണങ്ങുന്ന വരെ വെയിറ്റ് ചെയ്യാം. ഇനി ഞാൻ ഇതുപോലെ കാർബോർഡ് പീസസ് വെട്ടിയിട്ട് ശക്തി കിട്ടാണ്ട് ഒട്ടിച്ച് കൊടുക്കുകയാണ്. ഈ സ്റ്റെബിലൈസറും വെർട്ടിക്കൽ സ്റ്റെബിലൈസറും ഹൊറിസോണ്ടൽ സ്റ്റെബിലൈസറും തമ്മിൽ കൂട്ടി യോജിപ്പിക്കാൻ വേണ്ടി. ഇല്ലെങ്കിൽ ഇപ്പോൾ തമ്മിൽ ഇളകും കിടന്നിട്ട്. ഞാൻ അടുത്ത് നമുക്ക് വീൽസ് ഫിറ്റ് ചെയ്യാനുള്ള സ്റ്റാൻഡ് ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ടെംപ്ലേറ്റാണ് ഈ കാണുന്നത്. ഈ ടെംപ്ലേറ്റിൽ നിന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം 3.3 സെൻറ്റിമീറ്റേഴ്സ് ഞാൻ ഉള്ളിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ 4.5 സെൻറ്റിമീറ്ററാണ് സ്റ്റാൻഡിൻ്റെ നീളം ഉദ്ദേശിക്കുന്നത്. അതൊരു 60 ഡിഗ്രി ആംഗിളിലാണ് ഫ്യൂസലാജിൽ നിന്ന് താഴ്ത്തേക്ക് കൊടുക്കേണ്ടത്. അപ്പം അതിനായിട്ട് ഞാനൊരു പഴയ കമ്പിയാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് പൊട്ടിയ ഹാങ്ങറോ അല്ലെങ്കിൽ വീട്ടിൽ വേറെ എന്തെങ്കിലും സംഭവം വേസ്റ്റ് ആയിട്ടുള്ളതുണ്ടെങ്കിൽ അത് എടുത്ത് റീസൈക്കിൾ ചെയ്യാവുന്നതാണ്. അപ്പം ഞാനിതുപോലെ 60 ഡിഗ്രി ആംഗിൾ എടുത്തിട്ട് 4.5 സെൻറ്റിമീറ്റർ എടുത്തിട്ട് ഒരു ആംഗിളിൽ ഞാൻ ഇതിൻ്റെ വീൽസ് ഘടിപ്പിക്കാനുള്ള സ്റ്റാൻഡ് ഉണ്ടാക്കി വേണം. ഈ ഇരുമ്പാകുമ്പോൾ തുരുമ്പ് പിടിക്കാണ്ടിരിക്കാൻ വേണ്ടി ഇതിനെ മുകളിൽ പെയിൻറ് ചെയ്യേണ്ടി വരും. പിന്നീട് ഇത് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ഐസ്ക്രീം സ്റ്റിക്സ് വെച്ചിട്ട് മാത്രം വെച്ചിട്ടുണ്ടാക്കി. കാരണം ഈ സംഭവം തുരുമ്പ് പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത് ഫ്യൂച്ചറിൽ ഇരുന്നിരുന്ന് കേടായി പോരുന്നല്ലോ. അപ്പോൾ ഞാനിപ്പോൾ ഒരു 1.2 സെൻറ്റിമീറ്റർ എടുത്തിട്ട് അകത്തേക്ക് പൊക്കി എടുത്തിട്ട് അതിനുള്ളിൽ മാർക്ക് ചെയ്യണം. ഈ മാർക്ക് ചെയ്തതിൻ്റെ ഭാഗത്താണ് നമ്മൾ കമ്പി കയറ്റി വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് പിക്ചേഴ്സിലൊക്കെ ശ്രദ്ധിച്ച് നോക്കി കാണാം. ഇതിൻ്റെ ഈ ഒരു ഭാഗത്തേക്കിട്ടായിരിക്കും ഇതിൻ്റെ സ്റ്റാൻഡ് വരാം. വീല് ഫിറ്റ് ചെയ്യാനുള്ള സ്റ്റാൻഡ് വരാം. ഫ്രണ്ട് കോക്ക്പിറ്റിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് വരിക്കും ഇതിൻ്റെ സ്റ്റാൻഡ് ഉറപ്പിച്ചിട്ടുണ്ടാവാം. ഇവിടെ ഏകദേശം നിങ്ങളുടെ ഒരു ഐഡി ഉപയോഗിച്ചിട്ട് അവിടെ മാർക്ക് ചെയ്യണം. ഈ മാർക്ക് ചെയ്തോടത്തേക്കാണ് നമ്മളിനി സ്റ്റാൻഡിൻ്റെ പാർട്സ് ഇതുപോലെ കയറ്റി കൊടുക്കാൻ പോകുന്നത്.
ഇവർ കയറ്റി കൊടുത്ത് കഴിഞ്ഞിട്ട് ജസ്റ്റ് വീല് ഫിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഫ്രണ്ടിൽ ഭാഗത്തേക്കുള്ള 2 വീൽസ് കിട്ടും. ഈ സംഭവം തന്നെ തുരുമ്പ് പിടിക്കുന്നുള്ള തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമ്പിയാൻ നല്ലതല്ലെങ്കിൽ ഐസ്ക്രീം 6 മാത്രം യൂസ് ചെയ്തിട്ടും ചെയ്യാം. നല്ല ബലത്തോടെ ഇരിക്കും. അത് പിന്നെ ഒരു ഷേപ്പും കിട്ടും ഐസ്ക്രീം 6 മാത്രം യൂസ് ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ. പാർട്ട് 1 ഇവിടെ അവസാനിക്കുകയാണ്. ബാക്കി ഈ വീഡിയോ പാർട്ട് 2 ഉണ്ട്. അതിനായി ഈ ബട്ടൺ അമർത്തുക.